ഹായ് സുഹൃത്തുക്കളെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മക്കളെ, ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ദൈവവചനമാണ്. അതിനെ ഇപ്രകാരം പറയുന്നു: നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് അർഹരായവർക്ക് ചെയ്യാതിരിക്കരുത്. സഹസ്രവാക്യങ്ങൾ 3-ാം അധ്യായം 27-ാം വചനം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലുള്ള വചനങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അതിൽ ലൈക്ക് ചെയ്യാനും മറന്നുപോയത്. ഇനി ഈ വചനത്തെക്കുറിച്ച് നന്മ ചെയ്യാൻ നമുക്ക് ധാരാളം പണവും സ്വത്തും സൗകര്യമുണ്ട്. നമ്മുടെ സഹോദരന്മാർ, അല്ലെങ്കിൽ പാവപ്പെട്ടവർ, അയൽക്കാർ, സഹോദരന്മാർ ഒക്കെ കിടന്ന് കഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ഒരു പങ്ക് നമുക്ക് ദാനമായി കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് അർഹരായവർക്ക്, നമ്മുടെ സ്വന്തക്കാർക്ക്, എത്രയോ പേര് കഷ്ടപ്പെടുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, അവർക്കെല്ലാം നമ്മളാലാവുന്ന സഹായം ചെയ്യുക. അതാണ് ദൈവത്തിൽ ചെയ്യുന്നത്. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്യാഞ്ഞതെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത് എന്ന് കർത്താവ് പറഞ്ഞ് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് നന്മ. വാക്കുകൊണ്ട് ഒരാളെ ആശ്വസിപ്പിക്കുക, പ്രവൃത്തി കൊണ്ട് ആശ്വസിപ്പിക്കുക, പണം കൊണ്ട് ആശ്വസിപ്പിക്കുക, പണത്താൽ ആശ്വസിപ്പിക്കുക. ഏത് രീതിയിലാണോ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നിന്ന് നമ്മൾ പങ്കുകൊള്ളുന്നത്, അതെല്ലാം ദൈവത്തിന് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ദുഃഖിതരെയും പീഡിതരെയും നിന്ദിതരെയും എല്ലാം കാണുക, അവർക്ക് നമ്മളായുള്ള സഹായങ്ങൾ ചെയ്യുക. ഉള്ളിലെ പക, വിദ്വേഷം, വെറുപ്പ്, അസൂയ, കുശുമ്പ് എന്നിവ മാറ്റിയിട്ട് മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുക. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.